അപ്പം നമ്മൾ ഗംഗ ഒറിജിനേറ്റ് ചെയ്യുന്നത് 2 റിവേഴ്സിൻ്റെ കൺഫ്ലുവൻസിൽ നിന്നാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഏതിൻ്റെയാണ്? ഭാഗീരഥി ആൻഡ് അളകനന്ദ. ഓക്കെ, ഭാഗീരഥി ആൻഡ് അളകനന്ദ എവിടെ വെച്ചിട്ട്? ദേവപ്രയാഗിൽ വെച്ചിട്ട് കൺഫ്ലുവൻസ് ചെയ്യുന്ന ഭാഗത്തു നിന്നാണ് ഗംഗ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സംഗം വ്യൂ ഇവിടെ ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ സംഗമം. ഇതിൽ ഏറ്റവും ഇനോർമസ് ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ ശാന്തമായിട്ട് ഒഴുകുന്നതാണ് ഭാഗീരഥി റിവർ. അതുപോലെ തന്നെ ഈ ഒരു പച്ച കളറിൽ ഒഴുകുന്ന കുറച്ചും കൂടിയും എന്താ പറയുക വയലൻ്റായിട്ട് ഒഴുകുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? അളകനന്ദ റിവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ 2 പേരും കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? കൺഫ്ലുവൻസ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഗംഗയായിട്ട് ഒറിജിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ പോയി ഈ പറഞ്ഞിട്ടുള്ള വാലീസിൽ കൂടെ അല്ലെങ്കിൽ മലനിരകൾക്കിടയിലൂടെ ഇങ്ങനെ ഒഴുകി അവസാനം എന്ത് ചെയ്യുന്നു? ഋഷികേശിൽ വന്ന് ചേരുന്നു. അതാണ് ഋഷികേശ് ഒരു സ്മോൾ വാലിയാണ്. അപ്പോൾ ഋഷികേശിൽ വന്ന് ചേരുന്നു. ഋഷികേശിൽ നിന്ന് പിന്നെ ഫർദറായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ ഈ ശിവാലിക് റീജിയനും കടന്ന് ഹരിദ്വാറിലെത്തുന്നു. ഹരിദ്വാറിൽ നിന്ന് പിന്നീട് ഫർദറായിട്ട് എന്ത് ചെയ്യുന്നു? പ്ലെയിൻസിലേക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ റീജിയനിലേക്ക്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യുന്നത് ഏത് റീജിയനിലേക്കാണ്? പ്ലെയിൻ റീജിയനിലേക്ക്. അപ്പോൾ ഈ പ്ലെയിൻ റീജിയനിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ വീതി കൂടി അതേപോലെ തന്നെ കുറച്ചും കൂടി സ്പ്രെഡായിട്ട് ഒഴുകുന്നത്. അതുകൊണ്ട് ചുറ്റും നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം സ്ലിറ്റുകൾ അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് കുറേ ദ്വീപുകളൊക്കെ അങ്ങനെ ഫോം ചെയ്തേക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ വിച്ച് മീൻസ് ഒരു റിവർ വാലിയിലാണെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് ഡീപ്പ് ഗോർജസ്, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ താഴ്വാരങ്ങൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ഭയങ്കര ഇടുങ്ങിയ പ്രദേശങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും. എന്നാൽ അത് വാലീസിലേക്ക് കടന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? മുകളിൽ നിന്ന് കൊണ്ടുവരുന്ന സ്ലിറ്റ് അല്ലെങ്കിൽ മണ്ണ് അതെന്ത് ചെയ്യും? ഈ പ്ലെയിൻസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ആ പ്ലെയിനുകൾ ആ മണ്ണ് അവിടെ കൂടി കിടന്ന് അവസാനം അതെന്ത് ചെയ്യാനായിട്ട് തുടങ്ങും? പരന്നൊഴുകാനായിട്ട് തുടങ്ങും. ഓക്കെ, അങ്ങനെ പരന്നൊഴുകി അവസാനം അത് ഉത്തർപ്രദേശിലേക്ക് പ്രവേശിക്കുന്നു. ഓക്കെ, ഗംഗാ റിവറിൻ്റെ ബഹുഭൂരിഭാഗം റീജിയനും പാസ് ചെയ്തു പോകുന്ന ഒരു സ്റ്റേറ്റാണ് ഏതെന്ന് പറയുന്നത്? ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ഏകദേശം 1450 കിലോമീറ്റേഴ്സോളം ഗംഗാ റിവറിൻ്റെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഏതാണ്? ഉത്തർപ്രദേശാണ്. ഓക്കെ, 1450 കിലോമീറ്റേഴ്സിനടുത്ത് ഗംഗാ റിവറിൻ്റെ ബഹുഭൂരിഭാഗം ഭാഗവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഇനി ഉത്തർപ്രദേശിൽ കൂടെ നോക്കി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇടയിൽ വെച്ചിട്ട് ഗംഗാ റിവറിൽ കുറേ അധികം റിവേഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ട് ഉത്തർപ്രദേശിൽ വെച്ചിട്ട്. അത് കാൺപൂർ സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ ഗംഗാ റിവറിൻ്റെ തീരത്താണ്. ഇനി അവിടെ കാൺപൂർ ഒരു ഫേമസ് സിറ്റിയാണ്. അതുപോലെ തന്നെ മോസ്റ്റ്ലി കോൾഡ് ഇൻഡസ്ട്രിയൽ സിറ്റി എന്ന് പറയാം കാൺപൂരിനെ. അപ്പോൾ കാൺപൂരിൽ നിന്നാണ് കൂടുതൽ ഗംഗാ റിവറിലേക്കുള്ളൊരു വേസ്റ്റ് കൂടുതൽ ജനറേറ്റ് ചെയ്യപ്പെട്ടു വരുന്നത്. അതിന് ശേഷം അത് പ്രയാഗ്രാജ് അലഹബാദിൽ വന്ന് ചേരുന്നു. അലഹബാദിൽ നിന്ന് പിന്നെയും ഫർദറായിട്ട് മൂവ് ചെയ്ത് മിർസാപൂരും അതേപോലെ തന്നെ വാരണാസിയും ഒക്കെ കടന്നിട്ട് അവസാനം അതെന്ത് ചെയ്യുന്നു? ബീഹാറിലേക്ക് വന്ന് ചേരുന്നു. ബീഹാറിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഹാറിനകത്ത് ഇങ്ങനെ നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ പട്നമൊക്കെ ഗംഗാ റിവറിൻ്റെ തീരത്താണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്ത് അവസാനം അതെന്ത് ചെയ്യുന്നു? വെസ്റ്റ് ബംഗാളിലേക്ക് കടന്നു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അതേതിലേക്ക് കടക്കുന്നു? ബംഗ്ലാദേശിലേക്ക് കടക്കുന്നു. അതായത് രാജ്യം മാറി ഏതിലേക്ക് കടക്കുന്നു? ബംഗ്ലാദേശിലേക്ക് കടക്കുന്നു. ബംഗ്ലാദേശിൽ റിവർ അറിയപ്പെടുന്നത് എന്ത് റിവർ എന്നാണ്? പത്മ റിവർ എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ബംഗ്ലാദേശിൽ നിന്ന് പിന്നീട് ഫർദർ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ കാണുന്ന ഭാഗത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ബ്രഹ്മപുത്ര റിവർ എന്ത് ചെയ്യുന്നു? ഈ ഗംഗാ റിവറുമായിട്ട് കൂടിച്ചേരുന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ആ റിവറിനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് മേഘ്ന റിവർ എന്നാണ്. ഈ മേഘ്ന റിവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാ റിവറിൻ്റെയും ബ്രഹ്മപുത്ര റിവറിൻ്റെയും കൂടിയിട്ടുള്ള ഒരു സിംഗിൾ റിവർ ആയതിന് ശേഷമാണ് ആരെന്ത് ചെയ്യുന്നത്? ഈ 2 റിവേഴ്സും ബേ ഓഫ് ബംഗാളിൽ ചെന്ന് ചേരുന്നത്. ഓക്കെ,
അപ്പോൾ ഇൻ ടേംസ് ഓഫ് വോളിയം ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്ന സിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിൽ മണ്ണായിക്കോട്ടെ, അതേപോലെ തന്നെ ഡെബ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിപടലങ്ങൾ, ഈ പറഞ്ഞിട്ടുള്ള ഡെബ്രീസ്, മണ്ണ് എന്തോ ആയിക്കോട്ടെ, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ വോളിയം ആയിക്കോട്ടെ, ഈ 2 റിവറും കൂടി ചേരുന്ന ഈ മേഘ്ന റിവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻ ടേംസ് ഓഫ് വോളിയാണ്. അതായത് ആമസോൺ റിവർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോളിയം ഓഫ് വാട്ടർ ക്യാരി ചെയ്യുന്ന സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മേഘ്ന റിവറാണ്. ആ മേഘ്ന റിവർ ഫോം ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? ബ്രഹ്മപുത്ര റിവറും അതേപോലെ തന്നെ ഗംഗാ റിവറും കൂടിച്ചേർന്നതിന് ശേഷമാണ്. ഓക്കെ, യെസ്. ഇനി ആ മേഘ്ന റിവർ പിന്നീട് ഫർദറായിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ബ്രാഞ്ചസ് ആയിട്ട് പിരിഞ്ഞ് എന്ത് ചെയ്യാം, കുറേയധികം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കുറേയധികം ഐലൻഡ്സ്, അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഡെൽറ്റാസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഐലൻഡ്സിൻ്റെയും ഡെൽറ്റാസിൻ്റെയും ഒക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്? അലൂവിയൽ സോയിലാണ്, അല്ലെങ്കിൽ റിവർ കൊണ്ടുവരുന്ന സോയിലാണ്, വിച്ച് ഈസ് വെരി ഫെർട്ടൈൽ സോയിൽ. അപ്പോൾ അതിനാൽ തന്നെ ബംഗ്ലാദേശിൻ്റെ ബഹുഭൂരിഭാഗം കൃഷിസ്ഥലങ്ങളും ഏതിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്? ഈ മേഘ്ന റിവറിനെ ചുറ്റിപ്പറ്റിയാണ് നിലനിന്ന് പോകുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്തു നിന്ന് പിന്നെ നോക്കി ലാർജ് പോർഷൻസൊക്കെ എന്തായിട്ട് വന്നിട്ടുണ്ട്, ഐലൻഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ റിവർ സീയിലേക്ക് കടക്കുന്ന ഈ മൗത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ദ്വീപുകൾ വിട്ട് കഴിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കണ കാണാം. ചെറിയ പോർഷൻസ്, ഈ കാണുന്ന ചെറിയ പോർഷൻസ്, ഇതൊക്കെ ഐലൻഡ്സാണ്. വലിയ പോർഷൻസൊക്കെ ഐലൻഡ്സാണ്. അതിന് താഴോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാം. ഇതിനെ ജനറലി വിളിക്കുന്ന പേര് ഡെൽറ്റാസ് എന്നാണ്. അതായത് റിവർ സീയിൽ വന്ന് അവസാനിക്കുന്ന സമയത്ത് ചെറിയ ഐലൻഡുകൾ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവറായിട്ട് റിവർ സാൻഡ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇത്തരം സ്ട്രക്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറയുന്നത് ഡെൽറ്റാസ്. ഓക്കെ, അപ്പം സഡനായിട്ടുള്ളൊരു ഫ്രഷ് വാട്ടർ സാൾട്ട് വാട്ടറായിട്ട് കൂടിച്ചേരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സ്ലിറ്റുകളൊക്കെ കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് അവിടെ ഡെപ്പോസിറ്റായി ഉണ്ടാവുന്ന സ്മോൾ ഐലൻഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൽറ്റാസ്. ആ ഡെൽറ്റാസ് സ്ഥിതി ചെയ്യുന്നത് ബംഗ്ലാദേശിലും വെസ്റ്റ് ബംഗാളിലും അതുപോലെ തന്നെ ഏതിലുമാണ്? ബംഗ്ലാദേശിലുമാണ്. അപ്പോൾ അതിലേറ്റവും മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു ഡെൽറ്റ റീജിയനാണ് സുന്ദർബൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെൽറ്റ സിസ്റ്റം, അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ തന്നെ വേൾഡ്സ് ലാർജസ്റ്റ് ഡെൽറ്റ റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ബ്രഹ്മപുത്ര അല്ലെങ്കിൽ ഗാംജീസ് റിവർ കൂടി ചേർന്നിട്ടാണ്. ആ സെക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സുന്ദർബൻസ് ഡെൽറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗംഗാ റിവറിൻ്റെ പാത്ത് നമ്മൾ കണ്ടു. ഇനി നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഗാംജീസ് റിവറിൻ്റെ മാപ്പ് നിങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ ഗാംജീസ് റിവറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേയധികം ട്രിബ്യൂട്ടറീസ് നിങ്ങൾക്ക് കാണാം. ഗാംജീസ് റിവറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേയധികം ട്രിബ്യൂട്ടറീസ് നിങ്ങൾക്ക് കാണാം. അതിലൊന്ന് യമുന റിവറാണ്, പിന്നെ ചമ്പൽ, അതേപോലെ തന്നെ ബാനസ്, ബെത്തുവ, അതുപോലെ തന്നെ ഗാഗ്ര, ഗാണ്ടക്ക്, കോശി, സോൺ, ദാമോദർ തുടങ്ങിയ റിവേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഗംഗാ റിവർ ബേസിൻ്റെ ഭാഗമാണ്. അതൊക്കെ എവിടെ വന്ന് ഫൈനലി ചേരുന്നുണ്ട്? ഗംഗാ റിവറിൽ ഫൈനലി വന്ന് ചേരുന്നുണ്ട്. ഇതിൽ അപ്വേർഡ് റീജിയൻ അല്ലെങ്കിൽ റൈറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഗയുടെ റൈറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് റീജിയൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡ് റീജിയനിലെല്ലാം എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്? ഹിമാലയൻ റേഞ്ചസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ഹിമാലയൻ റിവേഴ്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സാണ് ഇവിടെ കിടക്കുന്നത്. ഇനി അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്? പെനിൻസുലാർ റീജിയണിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ് നിങ്ങൾക്ക് കാണാം. പെനിൻസുലാർ റീജിയണിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റെയിൻ ഫെഡ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സീസണൽ റെയിൻസ്. അപ്പോൾ അതിനാൽ തന്നെ അതിൽ എല്ലാ സമയത്തും വെള്ളം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അതിനാൽ തന്നെ
നോൺ പെരിനിയൽ റിവേഴ്സിൻ്റെ ഗണത്തിൽ പെടുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള സെക്ഷനിലത്തെ ബഹുഭൂരിഭാഗം റിവേഴ്സും. അതെല്ലാം എന്നില്ല, ചിലത്. അതുപോലെ തന്നെ ഈ ഹിമാലയൻ റേഞ്ചസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് സ്നോ ഫെഡുമാണ്, അതുപോലെ തന്നെ റെയിൻ ഫെഡുമാണ്. അപ്പോൾ വേൽക്കാലത്ത് സ്നോ ഫെഡിൽ നിന്ന് കിട്ടും, സ്നോ ഉരുകി ഒലിക്കുന്നതിൽ നിന്ന് കിട്ടും, അതുപോലെ റെയിനി സീസണിൽ റെയിനിൽ നിന്നും കിട്ടും. അപ്പോൾ ത്രൂ ഔട്ട് ദ സീസൺ ഈ പറഞ്ഞിട്ടുള്ള റിവേഴ്സിൽ എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് പെരീനിയൽ റിവേഴ്സാണ്. അപ്പോൾ ഗംഗാ റിവർ ബേസിൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് പെരിനിയൽ ആൻഡ് നോൺ പെരിനിയൽ, അതേപോലെ തന്നെ ഹിമാലയൻ റിവേഴ്സ് ആൻഡ് ഓൾസോ പെനിൻസുലാർ റിവേഴ്സ്. അപ്പോൾ അതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു സിംഗിൾ സെറ്റാണ് ഇതെന്ന് പറയുന്നത് ഗംഗാ റിവർ. അതിൽ പെനിൻസുലാർ റിവേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റിവേഴ്സാണ്. ഒന്ന് ചമ്പൽ, പിന്നെ ബത്വ, അതുപോലെ തന്നെ സൊൺ, പിന്നെ ദാമോദർ റിവർ. ഓക്കെ, ദാമോദർ റിവർ. ഇനി നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗംഗാ റിവർ വെസ്റ്റ് ബംഗാളിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം 2 ഭാഗങ്ങളായിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. ഒന്നൊരു പത്മ എന്ന് പറയുന്ന ഒരു ലാർജ് റീജിയൻ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു റീജിയനും കൂടി ഹൂഗ്ലി എന്ന് പറയുന്ന ഒരു റിവറും കൂടി ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഗംഗയുടെ നമ്മുടെ ഇന്ത്യൻ റീജിയൻ സംബന്ധിച്ചിടത്തോളം ഗംഗ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഗേഞ്ചസ് റീജിയനും അതേപോലെ തന്നെ ഹൂഗ്ലി റിവറും കൂടി ചേർന്നിട്ടുള്ള റീജിയനാണ്. ബാക്കിയുള്ള റീജിയനൊക്കെ ഇതിലേക്കാണ് പോകുന്നത്, ബംഗ്ലാദേശിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഗംഗാ റിവറിൻ്റെ ഫൈനൽ കൺഫ്ലുവൻസ് ആയിട്ട് കൂട്ടുന്നത് അക്കോർഡിംഗ് ടു അസ് എന്ന് പറയുന്നത് ഏതാണ്? ഹൂഗ്ലി റിവറാണ്. ഈ ഹൂഗ്ലി റിവർ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ കൊൽക്കത്തയിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന റിവറാണ് ഹൂഗ്ലി റിവർ എന്ന് പറയുന്നത്. അപ്പോൾ കൊൽക്കത്തയിലുള്ള റിവർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഗാ റിവർ അല്ല, ഇറ്റ് ഈസ് കോൾഡ് ഹൂഗ്ലി റിവർ. അത് ഗംഗാ റിവറിൻ്റെ ഒരു ട്രിബ്യൂട്ടറിയാണ്. ഓക്കെ, ഗംഗാ റിവറിൻ്റെ ഒരു ട്രിബ്യൂട്ടറിയാണ്. ആ ഹൂഗ്ലി റിവറിൻ്റെ ഒരു ട്രിബ്യൂട്ടറിയാണ് ഏതെന്ന് പറയുന്നത്? ദാമോദർ റിവർ എന്ന് പറയുന്നത്. ഈ ഹൂഗ്ലി റിവറിന് ക്രോസ് ആയിട്ടാണ് ഏത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? എന്ത് ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഹൗറ ബ്രിഡ്ജ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൗറ ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്റ്റീൽ ബ്രിഡ്ജ് ടാറ്റ സ്റ്റീലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഹൗറ ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എവിടെയാണ്? ഹൂഗ്ലി റിവറിലാണ് ഹൗറ ബ്രിഡ്ജ്. ഹൗറ ബ്രിഡ്ജ്, അതായി കാണുന്ന ബ്രിഡ്ജ് ഹൗറ ബ്രിഡ്ജ്. അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ഏതിന് ക്രോസ് ആയിട്ടാണ്? അക്രോസ് ആയിട്ടാണ്. ഹൂഗ്ലി റിവറിന് അക്രോസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളത്. യെസ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗംഗയുടെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറി അത് യമുനയാണ്. യമുന ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ്. ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് യമുന ഒറിജിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്ന യമുന ഉത്തരാഖണ്ഡും കഴിഞ്ഞ് അവസാനം ഏതിലേക്ക് കയറുന്നു? ഹരിയാനയിലേക്ക് ചേർന്ന് ഹരിയാനയിൽ കൂടെ അങ്ങനെ ബോർഡർ റീജിയനിൽ കൂടെ, അല്ലെങ്കിൽ ഉത്തർപ്രദേശിൻ്റെയും ഹരിയാനയുടെയും ബോർഡർ റീജിയനിൽ കൂടെ പാസ് ചെയ്തിട്ട് ഡൽഹിയിൽ വന്ന് ചേരുന്നു. ഡൽഹിയിൽ നിന്ന് പിന്നെ ഫർദറായിട്ട് ആഗ്ര, അതുപോലെ തന്നെ ആ റീജിയനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവസാനം പ്രയാഗ്രാജ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഏതുമായിട്ട് കൺഫ്ലുവൻസ് ചെയ്യുന്നു? ഗംഗയായിട്ട് കൺഫ്ലുവൻസ് ചെയ്യുന്നു. ഏത് റിവറായിട്ട്? ഗംഗാ റിവറായിട്ട് എന്ത് ചെയ്യുന്നു? യോജിക്കുന്നു. ഏതെന്ന് പറയുന്നത്? യമുന റിവർ. യെസ്. ഇനി ഗംഗാ റിവറിൻ്റെ ഭാഗങ്ങൾ അത് ഞാൻ നേരത്തെ പറയാനായിട്ട് വിട്ടുപോയി. ഗംഗാ റിവറിൻ്റെ എത്ര ഭാഗങ്ങൾ എത്രയൊക്കെ സ്റ്റേറ്റ്സിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു എന്നുള്ളത് എത്രയാണെന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അതായത് 1450 കിലോമീറ്റർ ഓൾമോസ്റ്റ് പാസ് ചെയ്ത് പോകുന്നത് ഇതിൽ കൂടെയാണ്, ഉത്തർപ്രദേശിൽ കൂടെയാണ്. അതുപോലെ തന്നെ 110 കിലോമീറ്റേഴ്സ് പാസ് ചെയ്ത് പോകുന്നത് ഉത്തരാഞ്ചൽ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ കൂടെയാണ്. യെസ്. ഇതൊന്ന് മായ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ 1450 കിലോമീറ്റേഴ്സ് ഓൾമോസ്റ്റ് പാസ് ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ കൂടെയാണ്. അതിൽ 110 കിലോമീറ്റേഴ്സ് പാസ് ചെയ്ത് പോകുന്നത് ഏതിൽ കൂടെയാണ്? ഉത്തരാഞ്ചൽ. പിന്നെ ബാക്കിയുള്ള റീജിയൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്,
445 കിലോമീറ്ററും അതേപോലെ തന്നെ 445 കിലോമീറ്റർ, അതുപോലെ തന്നെ 520 കിലോമീറ്റർ. ഇത് പാസ് ചെയ്ത് പോകുന്നത് ബീഹാർ, അതുപോലെ തന്നെ ഏത് റീജിയനാണ്? വെസ്റ്റ് ബംഗാൾ. ഈ ഗംഗാ റിവർ പാസ് ചെയ്തു പോകുന്ന ഈ 3 സ്റ്റേറ്റുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഡെൻസ്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റാണ്. ഇതിൽ ബീഹാർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഡെൻസിലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റാണ്. ഡെൻസിലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ സ്ക്വയർ കിലോമീറ്ററിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ഒരു റീജിയൻ. അതുപോലെ തന്നെ ഉത്തർപ്രദേശ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശ് അഥവാ ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബിക്കം ഓൾമോസ്റ്റ് ദ 5th ലാർജസ്റ്റ് കൺട്രി. ഓക്കെ, അപ്പോൾ അത്രയും വലിയ ഒരു പോപ്പുലേഷൻ ഉള്ള റീജിയനാണ് ഇതെന്ന് പറയുന്നത് ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ ബീഹാർ, വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗാൻജറ്റിക് റിവർ ബേസിൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. ആ ഗാൻജറ്റിക് റിവർ ബേസിൻ എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഓക്കെ, ലാർജസ്റ്റ് പോപ്പുലസ് റീജിയൻ ഇൻ ദ ഹോൾ വേൾഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗാൻജറ്റിക് റിവർ ബേസിൻ. ഓക്കെ, യമുന റിവർ എടുത്തു. അപ്പോൾ യമുന റിവർ ഒറിജിനേറ്റ് ചെയ്തിട്ട് ഡൽഹിയിൽ വന്ന് അവസാനിക്കുന്നു, അവസാനം ആഗ്ര, അവസാനം പ്രയാഗ്രാജിൽ വന്ന് അവസാനിക്കുന്നു. ഈ ഗംഗാ റിവർ യമുന റിവറിൻ്റെ തീരത്തുള്ള സംഗതികളാണ് ഇതെന്ന് പറയുന്നത് താജ്മഹൽ, അതേപോലെ തന്നെ ഡൽഹി. ഓക്കെ, താജ്മഹൽ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. അതിൽ ആഗ്ര എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്ത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. ഈ പറഞ്ഞിട്ടുള്ള യമുന റിവറിൻ്റെ തീരത്ത് ആര് കെട്ടിയിരിക്കുന്നത്? താജ്മഹൽ കെട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ യെസ്, ഇനി യമുന റിവറിൻ്റെ റീജിയൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യമുന റിവറിൻ്റെ റീജിയൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറേയധികം എന്ത് ചെയ്യുന്നുണ്ട്? റിവേഴ്സ് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിവറാണ് ചമ്പൽ റിവർ. അതുപോലെ തന്നെ ബെത്തുവ കെൻ തുടങ്ങിയ റിവേഴ്സൊക്കെ ഏതിലൊക്കെ ചെന്ന് അവസാനിക്കുന്നുണ്ട്? യമുന റിവറിൽ ചെന്ന് അവസാനിക്കുന്നുണ്ട്. എന്നിട്ടാണ് അത് ഏതിൽ ചെന്ന് അവസാനിക്കുന്നത്? യെസ്, ഗേഞ്ചിസിൽ ചെന്ന് അവസാനിക്കുന്നത്. യെസ്, ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഗംഗാ റിവറിൻ്റെ ഒരു മെയിൻ ട്രിബ്യൂട്ടറി ചമ്പൽ റിവർ. ഓക്കെ, ചമ്പൽ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് മാൾവ പ്ലാറ്റു റീജിയണിൽ നിന്നാണ്. പ്ലാറ്റു റീജിയണിൽ നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ചമ്പൽ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ യമുന റിവർ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊന്നും ചെക്ക് ചെയ്തില്ല. യമുനോത്രി. യെസ്, അതാ കണ്ടു. യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് യമുന നദി എന്ത് ചെയ്യുന്നത്? ഒറിജിനേറ്റ് ചെയ്യുന്നത്. അവസാനം എന്ത് ചെയ്യുന്നു? യമുന റിവർ ഗ്ലേഷ്യറിൽ നിന്ന് ട്രാവൽ ചെയ്ത് യെസ് മുസൗറി അതുപോലുള്ള ഫേമസ് ആയിട്ടുള്ള പട്ടണങ്ങളൊക്കെ യമുന റിവറിൻ്റെ തീരത്താണ്. ഇതാ മിർസാപൂർ, യമുനാനഗർ, യമുന റിവർ, കർണാൽ, പാനിപ്പത്ത്, ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന റെഡ് ഫോർട്ട് അതിൻ്റെ തീരത്താണ് വന്ന് കിടക്കുന്നത്. യമുന റിവറിൻ്റെ തീരത്താണ് വന്ന് കിടക്കുന്നത്. അക്ഷാർധാം, ഹുമയൂൺ സ്റ്റോംബ്, ഇതൊക്കെ യമുന റിവറിൻ്റെ തീരത്താണ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഫർദർ നീങ്ങി ഉത്തർപ്രദേശിലേക്ക് കടന്നു കഴിഞ്ഞതിന് ശേഷം ഫർദറായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
വൃന്ദാവൻ, മധുര, ഇതൊക്കെ യമുന റിവറിൻ്റെ തീരത്താണ്. മധുര ഒക്കെ ഫേമസ് ആയിട്ടുള്ള പട്ടണങ്ങളാണ്. ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? യമുന റിവറിൻ്റെ തീരത്താണ്. അങ്ങനെ പോയി അവസാനം എന്ത് ചെയ്യുന്നു? ഗംഗയിൽ ചമ്പൽ റിവറുമായിട്ട് കൂടിച്ചേരുന്നു. ചമ്പൽ റിവറുമായിട്ട് കൂടിച്ചേർന്നതിന് ശേഷം യമുന റിവർ മൂവ് ചെയ്ത് അവസാനം ഇവിടെ ചെന്ന് അവസാനിക്കുന്നു ബത്വ റിവറുമായിട്ട് കൂടിച്ചേരുന്നു. ബത്വ റിവറായിട്ട് കൂടിച്ചേർന്നതിന് ശേഷം പിന്നെയും ഇതിനകത്ത് എന്ത് ചെയ്യുന്നു? ബത്വ റിവർ, യമുന റിവർ, അവസാനം എവിടെ വന്ന് ചേരുന്നു? ഗംഗാ റിവറിൽ വെച്ചിട്ട്, പ്രയാഗ്രാജിൽ വെച്ചിട്ട് ഗംഗാ റിവറിൽ വന്ന് ചേരുന്നു. ഇനി താജ്മഹൽ എവിടെയാണെന്ന് നോക്കാം. താജ്മഹലും ഇതേപോലെ തന്നെ ആഗ്രയിൽ വെച്ചിട്ടാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നദിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ചമ്പൽ റിവർ. ചമ്പൽ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് മാൾവ പ്ലാറ്റ്യൂവിൽ നിന്നാണ്. ചമ്പൽ റിവർ ഓക്കെ. ചമ്പൽ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് മാൾവ പ്ലാറ്റ്യൂ റീജിയണിൽ നിന്നാണ്. ഓക്കെ, അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ട ഒരു ഫേമസ് സിറ്റിയാണ്. ആ കോട്ടയിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന റിവർ, ഫേമസ് ആയിട്ടുള്ള റിവർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം ഏതാണ്? ചമ്പൽ റിവറാണ്. അപ്പോൾ കോട്ടയിൽ നിന്ന് കുറച്ചും കൂടി മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ ഒരു വലിയ ലാർജ് വാട്ടർ ബോഡി, ഈ വാട്ടർ ബോഡി എന്ന് പറയുന്നത് ഗാന്ധിസാഗർ ഡാമിൻ്റെ റിസർവോയറാണ്. ഗാന്ധിസാഗർ ഡാം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡാമാണ്. അത് ഏത് റിവറിനെ അക്രോസ് ആണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്? ചമ്പൽ റിവറിനെ അക്രോസ് ആയിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല അരുവികൾ ഇതിൽ വന്ന് ചേരുന്നുണ്ട്. ഇതൊക്കെ ഒറിജിനേറ്റ് ചെയ്യുന്ന ഈ ഒരു സെർട്ടൈൻ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറയുന്നത് മാൾവ പ്ലാറ്റ്യൂ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാൾവ പ്ലാറ്റ്യൂ റീജിയനിൽ നിന്ന് ഈ ഗാന്ധിസാഗർ ആണ് ഇതിൻ്റെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ചമ്പൽ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്ന ചമ്പൽ റിവർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഡ്രൈ അരിഡ് റീജിയനിൽ കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഈ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓൾമോസ്റ്റ് ഇടയിൽ വെച്ചിട്ട് പച്ച കളറും അതേപോലെ തന്നെ ഒരു ഗ്രേയിഷ് ടിൻ്റായിട്ടുള്ള ഒരു കളറുമാണ് ഈ മാപ്പിനകത്ത് നമുക്ക് മെയിനായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഓഫ് റീജിയനാണ് ഭൂരിഭാഗവും ഏതിൻ്റെ റീജിയനിൽ വരുന്നത്? ചമ്പൽ റിവറിൻ്റെ റീജിയനിൽ വരുന്നത്. കുറച്ച് പച്ചപ്പും അതേപോലെ തന്നെ ബഹുഭൂരിഭാഗം തരിശായിട്ട് കിടക്കുന്ന ഒരു അറിഡ് റീജിയൻ, സെമി അറിഡ് റീജിയനാണ് ഇതിനകത്ത് വരുന്നത്, ചമ്പൽ റിവറിന് ചുറ്റുമായിട്ട് വരുന്നത്. ഓക്കെ, ഈ ചമ്പൽ റിവറിൻ്റെ തീരത്താണ്, ഈ സെമി അറിഡ് റീജിയൻ്റെ തീരത്താണ് ആരുണ്ടായിരുന്നത്? ചമ്പൽ കൊള്ളക്കാരുണ്ടായിരുന്നത്. ഓക്കെ, ഏകദേശം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് തുടങ്ങി ഏകദേശം 2000s വരെ ഇവർ ഈ ചമ്പൽ റിവറിൻ്റെ ഭാഗം ഒക്കെ ബഹുഭൂരിഭാഗം ഭരിച്ചിരുന്നത് ഈ പറഞ്ഞിട്ടുള്ള ചമ്പൽ തീവ്സാണ്. ഓക്കെ, ചമ്പൽ തീവ്സ്, അതിലൊരു ഫേമസ് ആയിട്ടുള്ളൊരു സംഗതിയാണ് ഫൂലാൻ ദേവി കൊള്ളക്കാരി. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റിവറാണ് ഏതെന്ന് പറയുന്നത്? ഗാണ്ടക് റിവർ എന്ന് പറയുന്നത്. ഓക്കെ, കാളി ഗാണ്ടക് അതേപോലെ തന്നെ തൃശ്ശൂൽ ഗംഗ എന്ന് പറയുന്ന 2 റിവേഴ്സ് കൂടി ചേർന്നിട്ടാണ് ഏത് റിവർ ഉണ്ടായിരുന്നത്? ഗാണ്ടക് റിവർ ഉണ്ടാകുന്നത്. ഗാണ്ടക് ഓക്കെ, കാളി ഗാണ്ടകി റിവർ ഇത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? നേപ്പാളിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. കാളി ഗാണ്ടകി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? നേപ്പാളിൽ നിന്നാണ്. അപ്പോൾ നേപ്പാളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന കാളി ഗാണ്ടകി റിവർ ഓൺ ഫർദർ ഡൗൺ സ്ട്രീം എന്ത് ചെയ്യുന്നു? പല സ്ട്രീമുകളുമായിട്ട് കൂടിച്ചേർന്ന് പല സ്ട്രീമുകളുമായിട്ട് കൂടിച്ചേർന്നതാ ഫ്ലോ ചെയ്ത്
ചേർന്ന് ഏത് റിവറായിട്ട് ഫോം ചെയ്യുന്നു? ഗാണ്ഡകി റിവർ ഫോം ചെയ്യുന്നു. ഓക്കെ, ഗാണ്ഡകി റിവർ ഫോം ചെയ്യുന്നു. ഈ ഗാണ്ഡകി റിവർ പട്നയ്ക്കടുത്തുള്ള സോൻപൂർ എന്ന് പറയുന്ന റീജിയനിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഗംഗയായിട്ട് കൂടിച്ചേരുന്നു. ഓക്കെ, കുറച്ചും കൂടി താഴെ ഫർദർ ഡൗൺ സ്ട്രീമിലേക്ക് നോക്കിക്കഴിഞ്ഞതാ സോൻപൂർ എന്ന് പറയുന്ന റീജിയൻ അടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? പട്നയ്ക്ക് നോർത്ത് സൈഡിലായിട്ട് ഏതിൽ വന്ന് അവസാനിക്കുന്നു? ഗംഗ റിവറിൽ ചെന്ന് അവസാനിക്കുന്നു, ഗാണ്ഡകി റിവർ. ഓക്കെ, അപ്പോൾ ഗാണ്ഡകി റിവർ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാണ്ഡകി റിവറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ട്രിബ്യൂട്ടറീസാണ് ഏതെന്ന് പറയുന്നത്. ഒന്ന് കാളി ഗാണ്ഡകി റിവർ, അതുപോലെ തന്നെ ഈ കാണുന്ന റിവർ വിച്ച് ഈസ് സോ കോൾഡ് ഏതെന്ന് പറയുന്നത് തൃശ്ശൂൽ ഗംഗ. ഈ 2 റിവറും ദേവ്ഗഡ് ഡാമിനകത്ത് കൂടിച്ചേർന്നിട്ട് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എവിടെ ചെന്ന് ചേരുന്നു? പട്നയിൽ വെച്ചിട്ട് സോൻപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് എവിടെ വന്ന് ചേരുന്നു? ഗൈഞ്ചസിൽ വന്ന് ചേരുന്നു. ഓക്കെ, ഏതാ? ഗാണ്ഡക് റിവർ. അപ്പോൾ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? തൃശ്ശൂൽ ഗംഗ, അതുപോലെ തന്നെ ഏതെന്ന് പറയുന്നത് കാളി ഗാണ്ഡകി റിവർ. ഇവർ 2 പേരും കൂടി ചേർന്നിട്ടാണ് ഏതുണ്ടാവുന്നത്? ഗാണ്ഡകി റിവർ ഉണ്ടാവുന്നത്. ഈ ഗാണ്ഡകി റിവർ ഫ്ലോ ചെയ്യുന്നത് നേപ്പാളിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എവിടെ ചെന്ന് ചേരുന്നു? സോൻപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഗേഞ്ചസിൽ വന്ന് ചേരുന്നു, നിയർ പട്ന. ഓക്കെ, ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിവറാണ് ഗാംഗ്ര റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഗ്ലേഷ്യേഴ്സ് ഓഫ് മാപ്ചുങ്കോ. ഓക്കെ, എവിടെ വെച്ചിട്ടാണ്? നേപ്പാൾ റീജിയനിൽ. ഓക്കെ, നേപ്പാൾ റിവേഴ്സിൽ നിന്നാണ് നേപ്പാൾ മൗണ്ടൻസിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഗാണ്ഡകി റിവർ അല്ല ഗാംഗ്ര റിവർ. നേപ്പാളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു ഗാംഗ്ര റിവർ. ഇതിന് ഫർദർ അങ്ങോട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർണാലി റിവർ, ബേരി റിവർ, ഇവർ 2 പേരും കൂടി ചേരുന്നു. ഇനി ബേരി റിവറിൽ നിന്ന് പിന്നെയും ഫർദറായിട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഫർദറായിട്ട് പിന്നെയും ട്രിബ്യൂട്ടറീസ് ഉണ്ട്. ബേരി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്ന ബേരി റിവർ. പിന്നെ എന്തുണ്ട്? കർണാലി റിവർ. ഇവർ 2 പേരും കൂടി ചേർന്നിട്ടാണ് ഏതുണ്ടാവുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ ഗാംഗ്ര റിവർ ഉണ്ടാവുന്നത്. ഓക്കെ, ഗാംഗ്ര റിവർ ഉണ്ടാവുന്നത്. ഈ ഗാംഗ്ര റിവർ ഫർദറായിട്ട് മൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഏത് റിവറും കൂടി ഇതിനകത്ത് വന്ന് ചേരുന്നുണ്ട്? ശാരദ റിവറും കൂടി ചേരുന്നുണ്ട്. ശാരദ ഓൾസോ കോൾഡ് സരയു. ഈ സരയു റിവർ ഇവർ 2 പേരും കൂടി കൺഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഈ സരയു റിവറാണ് ഏതിൽ കൂടെ പാസ് ചെയ്തു പോകുന്നത്? അയോധ്യയിൽ കൂടെ പാസ് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ അയോധ്യയിലെ സരയു റിവർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെയിം ഈ കാണുന്ന ശാരദാ റിവറാണ്. അത് 2ഉം കൂടിയിട്ട് ഗാഗ്ര റിവറിൽ കൺഫ്ലുവൻസ് ചെയ്തതിന് ശേഷമാണ് ഏതിൽ വന്ന് ചേരുന്നത്? അയോധ്യയിൽ വന്ന് ചേരുന്നത്. ഓക്കെ, അപ്പോൾ ഗാഗ്ര റിവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം
മാച്ചു ഗ്ലേഷ്യർ വേർ ഫ്രം നേപ്പാൾ. എന്നിട്ട് 2 റിവേഴ്സാണ് ഏതെന്ന് പറയുന്നത്, ബേരി അതേപോലെ തന്നെ ബേരി കർണാലി റിവേഴ്സ്. ഇവർ 2 കോരും കൂടി ജോയിൻ ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്, ഗാംഗ്ര റിവർ ഉണ്ടാകുന്നത്. ഈ ഗാംഗ്ര റിവറിൽ ആരും കൂടി വന്ന് ജോയിൻ ചെയ്യുമ്പോൾ ശാരദാ റിവറും കൂടി ജോയിൻ ചെയ്ത് അവർ കൺഫ്ലുവൻസ് ചെയ്തിട്ട് ഏതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു, അയോധ്യ. ഫർദർ ഡൗൺ സ്ട്രീമിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള റിവറും ഗംഗാ റിവറുമായിട്ട് ജോയിൻ ചെയ്യുന്നത് ഒരേ സ്ഥലത്താണ്, വിച്ച് ഈസ് പട്ന. പട്നയ്ക്ക് അടുത്ത് വെച്ചിട്ടാണ് ആര് ജോയിൻ ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ഗാംഗ്ര റിവർ പട്നയ്ക്ക് അടുത്ത് വെച്ചിട്ടാണ് ഏതിനകത്ത് ജോയിൻ ചെയ്യുന്നത്, ഗാഞ്ചസ് റിവറിനകത്ത് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവർ ശാരദാ റിവർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശാരദാ റിവർ ഈ കാണുന്ന ശാരദാ റിവറും ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, നേപ്പാളിൽ നിന്നാണ്. യെസ്, ഓൾസോ ഒറിജിനേറ്റ്സ് ഫ്രം നേപ്പാൾ. ഓക്കെ. യെസ്. ഇനി അടുത്തതായിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നദിയാണ് ഏതെന്ന് പറയുന്നത്, കോശി റിവർ. റിവറാണോ? അല്ല, ദിസ് ഇസ് ഉത്തർപ്രദേശ്. യെസ്, ഈ കാണുന്ന റിവറാണ് കോശി റിവർ. ഏറ്റവും കൂടുതൽ ഗാഞ്ചറ്റിക് പ്ലെയിനിൽ സിൽറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഡെബ്രീസ് കൊണ്ടുവരുന്ന ഒരു മെയിൻ റിവറാണ് ഇതെന്ന് പറയുന്നത്, കോശി റിവർ. ഏറ്റവും കൂടുതൽ ഡെബ്രീസ് അല്ലെങ്കിൽ സിൽറ്റ് കൊണ്ടുവരുന്ന റിവറാണ് ഏതെന്ന് പറയുന്നത്, കോശി റിവർ എന്ന് പറയുന്നത്. കോശി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് നേപ്പാളിൽ നിന്നാണ്. നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റിന് ഓൾമോസ്റ്റ് എവിടെയായിട്ടാണ്, അപ്പർ പോർഷനിലായിട്ടാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്, കോശി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ഫർദറായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോശി റിവർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് 2 ട്രിബ്യൂട്ടറീസ് ഉണ്ട്. ഒന്ന് സൺ കോശി, അതേപോലെ തന്നെ അരുൺ. പിന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു ട്രിബ്യൂട്ടറിയും കൂടിയുണ്ട്. ഈ ട്രിബ്യൂട്ടറീസൊക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് മൗണ്ട് എവറസ്റ്റിന് നോർത്തായിട്ടാണ്. മൗണ്ട് എവറസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൗണ്ട് എവറസ്റ്റ് ഈ മൗണ്ട് എവറസ്റ്റ് റീജിയനിൽ നിന്ന് നോർത്ത് റീജിയനിലേക്കായിട്ടാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്, കോശി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്ന കോശി റിവർ എന്ത് ചെയ്യുന്നു, സെൻട്രൽ ഹിമാലയാസും അതേപോലെ തന്നെ ഈ സംഗതികളും കൂടി ചേർന്നിട്ട് സൺ കോശി റിവറിൽ, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സൺ കോശി റിവറിൽ വന്ന് കൂടി ചേർന്നിട്ട് കോശി റിവറായിട്ട് എവിടെ വന്ന് ചേരുന്നു. ഓക്കെ. അരുൺ റിവറും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കോശി നദി അതേപോലെ തന്നെ കോശി റിവർ. ഈ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, മൗണ്ട് എവറസ്റ്റിന് നോർത്ത് റീജിയനിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഈ റിവർ എവിടെ വന്ന് ചേരുന്നു, സൺകോശി റിവറിലും അതുപോലെ തന്നെ അരുൺ റിവറിലും വന്ന് കൂടിച്ചേർന്നതിന് ശേഷം കോശി റിവറായിട്ട് ഇതിലേക്ക് പോകുന്നു, പാസ് ചെയ്ത്
പാസ് ചെയ്ത് അവസാനം ഉത്തർപ്രദേശ് വഴി ഏതിൽ വന്ന് ചേരുന്നു? ഗേഞ്ചറ്റിക് റിവറിൽ വന്ന് ചേരുന്നു. ഗേഞ്ചറ്റിക് റിവറിൽ വന്ന് ചേരുന്നു. യെസ്, ഗേഞ്ചറ്റിക് റിവറിൽ വന്ന് ചേരുന്നു. ഓക്കെ. അപ്പോൾ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? മൗണ്ട് എവറസ്റ്റിന് നോർത്തിൽ നിന്നാണ്. മൗണ്ട് എവറസ്റ്റിന് നോർത്തിൽ നിന്നാണ്. അതിൽ സംഗോഷി അതുപോലെ തന്നെ അരുൺ റിവർ ഇവരുമായിട്ട് കൺഫ്ലുവൻസ് ചെയ്തിട്ട് സപ്തകോശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവർ ഫോം ചെയ്യുന്നു. ആ സപ്തകോശി റിവറാണ് പിന്നീട് ഫോം ചെയ്തിട്ട് ഇതിൽ വന്ന് ചേരുന്നത്? ഗംഗാ റിവറിൽ വന്ന് ജോയിൻ ചെയ്യും. ഓക്കെ. ഇനി മറ്റൊരു റിവറാണ് രാംഗംഗ. രാംഗംഗ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് രാംഗംഗ റിവർ രാംഗംഗ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഗർവാൾ ഹിൽസിൽ നിന്നാണ്. ഗർവാൾ ഹിൽസിൽ നിന്നാണ് രാംഗംഗ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അത് ഒറിജിനേറ്റ് ചെയ്തതിന് ശേഷം കനൗജ് എന്ന് പറയുന്ന റീജിയനിൽ വെച്ചിട്ട്, കനൗജ് എന്ന് പറയുന്ന റീജിയനിനടുത്തായിട്ട് അതെന്ത് ചെയ്യുന്നു? ഗംജസ് റിവറുമായിട്ട് വന്ന് കൂടിച്ചേരുന്നു. കനൗജ് എന്ന് പറയുന്ന റീജിയനിൽ വെച്ച്, കനൗജ് എന്ന് പറയുന്ന റീജിയനിൽ വെച്ചിട്ട് ഗേഞ്ചസ് റിവറുമായിട്ട് അതെന്ത് ചെയ്യുന്നു? കൺഫ്ലുവൻസ് ചെയ്യുന്നു. ഈ കനൗജ് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ അത്തറിനൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. അത്തർ സ്പ്രേ ഈ പറഞ്ഞിട്ടുള്ള റീജിയനിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കനൗജ്. ഓക്കെ, കനൗജ്. യെസ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിവറാണ് ദാമോദർ റിവർ എന്ന് പറയുന്നത്. ദാമോദർ റിവർ എന്ന് പറയുന്നത് സൊറോ ഓഫ് ബംഗാൾ എന്നാണ് പറയുന്നത്. കാരണം ദാമോദർ റിവറിൽ ഏറ്റവും കൂടുതൽ സ്ലിറ്റ് ഡെപ്പോസിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഫ്രീക്വൻ്റ്ലി അതിൻ്റെ പാത അല്ലെങ്കിൽ പാത്ത് ചേഞ്ച് ചെയ്യുന്ന ഒരു റിവറാണ് ഇതെന്ന് പറയുന്നത്, ദാമോദർ റിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദാമോദർ റിവർ ഏതിൽ വന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്? ഏതിൽ വന്ന് കൂടിച്ചേരുന്നതാണ്? ദാമോദർ റിവർ വെസ്റ്റ് ബംഗാൾ. ഹൂഗ്ലി നദിയിൽ വന്ന് ചേരുന്ന റിവറാണ് ഏതെന്ന് പറയുന്നത്? ദാമോദർ റിവർ. ഈ ദാമോദർ റിവർ എന്ന് പറയുന്നത് സോറോ ഓഫ് വെസ്റ്റ് ബംഗാൾ എന്നാണ് പറയുന്നത്. കാരണം ഹൈ എമൗണ്ട് ഓഫ് സ്ലിറ്റ് ക്യാരി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ റിവറിൽ ഇതുപോലെ തന്നെ സ്ലിറ്റ് ക്യാരി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഭാഗങ്ങളിൽ അതേപോലെ ഡെബ്രീസ് വന്ന് ക്യാരി ചെയ്യും. ഇതൊക്കെ ഒരു ഭാഗത്ത് വന്ന് അടിഞ്ഞുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴം കുറയും. ആഴം കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? റിവർ വഴി തിരിച്ച് അല്ലെങ്കിൽ സ്ഥലം തിരിഞ്ഞ് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ എന്തുണ്ടാവും? അത്രയും റീജിയനിൽ ഫ്ലഡ് ഉണ്ടാവും. ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നാശനഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു റിവറായിരുന്നു ദാമോദർ റിവർ എന്ന് പറയുന്നത്. എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള ദാമോദർ റിവറിൽ കുറേയധികം ഡാംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൈത്തോൺ ഡാം, അതുപോലെ തന്നെ പഞ്ചായത്ത് ഡാം എന്ന് പറഞ്ഞിട്ടുള്ള കുറേയധികം ഡാംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷനെ നമ്മൾ ദാമോദർ വാലി കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോർപ്പറേഷനാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള ഡാംസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞിട്ടുള്ള ദാമോദർ റിവറിൻ്റെ ഫ്ലോ ഒരുവിധം അവർ കുറച്ചതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? ദാമോദർ റിവറിനെ ടൈം ചെയ്തെടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാമോദർ റിവറിനെ ഓൾമോസ്റ്റ് ഫ്ലഡ് ഫ്രീ റീജിയൻ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, യെസ്.